ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കൊരു സുഖമാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പുതിയ ഐറ്റമാണ്, ഷവർമ്മ കട്ട്ലേറ്റ് എന്ന് പറയാം. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. പേര് ഞാൻ തന്നെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ പൊരിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ സാധാരണ പൊരിക്കുന്ന പോലെ എടുത്ത് പൊരിച്ചാൽ മതി. പിന്നെ അത് മയോണൈസ്, പിന്നെ ക്യാപ്സിക്കം, ക്യാബേജ്, തക്കാളി, സവാള, ഇത്ര ഐറ്റംസ് നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. പരത്തി കൊടുക്കുക വെച്ചാൽ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ബ്രെഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴെന്ന് വെച്ചാൽ സംഭവിക്കുക വെച്ചാൽ ഇത് പൊങ്ങിയിരിക്കണമുണ്ട്. നമുക്ക് കറക്റ്റ് പറയണ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. ഒരുപാട് അങ്ങോട്ട് പരത്തി പാട പോലെ ആക്കണ്ട, ഒന്ന് പതിയാൻ വേണ്ടി, പതിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക, അത്രേ ഉള്ളൂ. അതുപോലെ വട്ടപ്പാത്രം, എന്തെങ്കിലും ചെറിയ കറിപ്പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ച് നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി അടിക്കാൻ വേണം. അങ്ങനെ ഒരു ബ്രെഡിൽ നിന്ന് ഒരെണ്ണേ കിട്ടുള്ളൂ. അപ്പോൾ 2 ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാം പരത്തിയെടുക്കുക. ഈ സൈഡ് നമുക്ക് കളയണില്ല, സൈഡ് നമുക്ക് ആവശ്യമുണ്ട്. ഒന്നും നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സൈഡ് നമുക്ക് മാറ്റി വെക്കാം. റൗണ്ട് ഇങ്ങനെ ഓരോന്നാക്കി ബാക്കിയുള്ള എല്ലാം റൗണ്ട് നമുക്ക് ശരിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും റൗണ്ട് പോലെ ഞാൻ ശരിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് അതിൻ്റെ സൈഡും ഭാഗമൊക്കെ നമുക്ക് ഇനി പൊടിച്ചെടുക്കണം. ചിക്കൻ ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഞായറാഴ്ചയൊക്കെ മിക്ക വീടുകളിൽ ഇപ്പോൾ ചിക്കൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ചിക്കൻ എല്ലില്ലാത്ത കുറച്ച് കഷ്ണം എടുത്ത് നമ്മൾ സാധാരണ വീട്ടിൽ എങ്ങനെയാണ് പൊരിക്കാൻ മസാല പുരട്ടണത് അതുപോലെ എടുത്ത് മസാല പുരട്ടി 2-3 കഷ്ണം എടുത്ത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച എന്തെങ്കിലും ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ ഐറ്റം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചെറിയ ചെറിയ വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്താനും അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതൊരു സ്റ്റോപ്പായി പോകും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു 3/4 ഭാഗങ്ങളും സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. നമുക്കിട്ടത് എല്ലാ ഇറച്ചിയൊക്കെ ശരിയായിട്ട് കുരുമുന അരിഞ്ഞൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ക്യാബേജ്, ക്യാപ്സിക്കം, തക്കാളി, സവാള, ഇതിന് ഇത്ര അളവൊന്നുമില്ല, ഒരു പിടി അളവാണ് മൊത്തത്തിലെടുത്തതിന്. ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, ചെറിയ തക്കാളി, ക്യാബേജിൻ്റെയൊക്കെ ഒരു കുഞ്ഞു പിടി, കൈപ്പിടിയിൽ ഒതുങ്ങണ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ ചിക്കൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ നിങ്ങൾ ആവശ്യത്തിന്, കാരണം ഇറച്ചിക്ക് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്, അപ്പോൾ അതിനുണ്ടാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് മയോണൈസ് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഉപ്പ് ചേർക്കാവുള്ളൂ. ഇതിന് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി ഇച്ചിരി ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയേക്കണം മയോണൈസ് കൂടി ഇട്ട് കൊടുക്കുക. മയോണൈസ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ മയോണൈസും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മയോണൈസ് എത്രയും ചേർക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കുക. ഒരുപാട് ചേർത്ത് വെള്ളം പോലെയൊക്കെ കളയരുത്, എന്നാലും ആവശ്യത്തിന് കുറച്ച് ചേർക്കുക. ഞാനിപ്പോൾ 1-2 സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഉപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത്ര മതി. ഇനി നമുക്ക് വേണ്ടത് ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇത് റൗണ്ട് എടുത്തിട്ട് ബാക്കി മാറ്റി വെച്ച അതാണിത്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് മിക്സിയിട്ട് ഞാൻ പൊടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കിയപ്പോൾ ഒരു മുട്ടേൻ്റെ വെള്ളം എടുത്താണ് മയോണൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു മുട്ടേൻ്റെ ചുമലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ടയും ബാക്കി നമുക്ക് ഒരു മുട്ട, ഇപ്പോൾ ഒരു മുട്ട ഞാൻ തൽക്കാലം എടുത്തിട്ടുള്ളൂ. ബാക്കി എനിക്ക് എന്തായാലും ഒരു മുട്ടയും കൂടി വേണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2 മുട്ട എടുക്കാം. ടോട്ടൽ 3 മുട്ടയാണ് ഇതിന് ആവശ്യം വരുന്നത്. ഒന്ന് മയോണൈസിൻ്റെ വെള്ളം ഉണ്ടാക്കാൻ, പിന്നെ 2 നമുക്കിത് മുക്കി പൊരിക്കാനുള്ള മുട്ട, പിന്നെ ആദ്യം നമ്മൾ മയോണൈസ് ഉണ്ടാക്കാനെടുത്ത വെള്ളേൻ്റെ ചുമലക്കറിയില്ലേ അതും ഇതിലേക്ക് കൂടി ചേർത്തേക്കാം. നമുക്കൊന്നും അപ്പോൾ വേസ്റ്റായി പോകുന്നില്ല.
അപ്പോൾ ഇതുപോലെ ബാക്കി നമുക്ക് ഇതെല്ലാം റെഡിയാക്കാം. ഇനി നമ്മൾ ബ്രെഡ് എടുത്ത് നടുഭാഗം ഒന്ന് പയ്യെ ഒന്ന് കുഴിച്ച് കൊടുക്കുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ കുഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പുറമേ ഒരു ബ്രെഡും കൂടി വെച്ച് വെക്കുക. എന്നിട്ടൊന്ന് മൊത്തം 2 കൈയും കൊണ്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താലും ആ സൈഡിൽ നിന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടി കാണിച്ചു തരികയാണ്. ഇതുപോലെ വെച്ചിട്ട് നമുക്കിതാ ഒന്ന് പ്രസ് ചെയ്യുക. 2 കൈയും കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോഴത്തേക്കും അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ അത് നോക്കിയേ, ഏകദേശം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡല്ല മുട്ടയിൽ മുക്കാം. മുട്ടയിൽ മുക്കിയിട്ടും ഇതുപോലെ തന്നെ 2 കൈ കൊണ്ടും നല്ലപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തേക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും പൊട്ടിപ്പോവാതെയും ഇതൊക്കെ കറക്റ്റായിട്ടൊക്കെ കിട്ടും. ഇതുപോലെ എല്ലാ സൈഡിലായിട്ടുണ്ട്. അത് മുട്ടേൻ്റെ വെള്ളയാണ് കേട്ടോ, അത് കലങ്ങാതെ വന്നുകൊണ്ടാണ്. അപ്പോൾ ഇനിയും ഒന്ന് നല്ല 2 കൈ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ അത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതാ ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്കൊന്ന് മൊത്തത്തിലൊന്ന് മുക്കിയെടുക്കാം. എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ നാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്, നല്ല ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ കൈ ഒന്ന് കഴുകിയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ബ്രെഡ് നമ്മൾ അമുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിച്ച് കീറി പോവാതിരിക്കും. അപ്പോൾ ഒരെണ്ണം എടുക്കുമ്പോൾ നമ്മൾ കൈയൊന്ന് കഴുകി ഫ്രഷ് ആക്കിയിട്ട് അടുത്തത് എടുക്കാൻ നോക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി മറ്റേതിൻ്റെ മുട്ടയും എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ വീണ്ടും അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ആ ബ്രെഡിൻ്റെ ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് മുട്ടി പിന്നെയും അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഓരോന്നെടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കൈ കഴുകിയിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ട ഇതുപോലെ എല്ലാ സൈഡ് ഇതുപോലെ നമുക്കി കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഇനി ബാക്കിയുള്ളതൊന്ന് ഞാൻ റെഡിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി വെളിച്ചെണ്ണയുടെ പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ. 2 അല്ലെങ്കിൽ 3 ഒക്കെ ഇടാം, കുഴപ്പമില്ല. ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പയ്യൊന്ന് അടിഭാഗം ഒരുപാട് മൊരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് ഡ്രൈ ഒന്നും ആകണ്ട. ഒന്ന് അടിഭാഗം ഒന്ന് പയ്യൊന്ന് കളറ് മാറിയുമ്പോഴത്തേക്കും പയ്യെ മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് ഹാർഡാക്കരുത്, കാരണം നമ്മളിത് സോഫ്റ്റായ ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടിട്ട് ഇളക്കി മറിച്ചെടുക്കരുത്, പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് ഇനി ഈ സൈഡും ഏകദേശം ആയിട്ടുണ്ട്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കുക. അങ്ങനെ 2 സൈഡിലേക്കും മറിച്ചും തിരിച്ചും ഇട്ട് പൊട്ടിപ്പോവാതെ തന്നെ. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇട്ട് വരുമ്പോൾ ഒരു സൈഡ് കരിഞ്ഞ പോലെ പോകും, മറ്റേ സൈഡ് ഒരു കളറും ഇല്ലാത്ത. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി 2 സൈഡൊന്ന് മറിച്ചും തിരിച്ചും ഇട്ട് നമുക്കൊന്ന് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക്, നല്ല ഗോൾഡ് വേണ്ട, ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ആ പുറമേ നമ്മൾ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് എടുത്തത്. നമ്മൾ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്രെഡിൻ്റെ പൊടിയൊക്കെ കണ്ടു ഓൾറെഡി അതിൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ അതാ പറഞ്ഞു, നമുക്ക് ഒരുപാട് നേരിട്ട് തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ അടുത്ത 2 ഇട്ടത്. അങ്ങനെ എല്ലാം ഇട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിങ്ങനെ എടുത്ത്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസോ കെച്ചപ്പോ എന്തെങ്കിലും മുക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് മയോണൈസ് ആണെങ്കിലും കുഴപ്പമില്ല, അതും നല്ലതാണ്. പിന്നെ ടൊമാറ്റോ സോസ് ആണെങ്കിലും അത് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി കുട്ടികൾക്കും എല്ലാം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ബ്രെഡ് ഉണ്ടായാൽ മതി. ചിക്കൻ ഓൾറെഡി ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മുട്ട കൊണ്ടാണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.